അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയുടെ പേരാണ് ബ്രൗൺ ബട്ടർ ചോക്ലേറ്റ് ചിപ്സ് കുക്കീസ്. ഓക്കെ, ഒന്നുകൂടെ പറയണോ? ബ്രൗൺ ബട്ടർ ചോക്ലേറ്റ് ചിപ്സ് കുക്കീസ്. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു കുക്കീസ് തന്നെയാണ്, ഒരു ബിസ്ക്കറ്റ് പോലൊരു സംഭവം. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുകൊണ്ടാണ് ഈ പേരിന് ഇത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു പേര് ഭയങ്കര വലുതായി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. 115 ഗ്രാംസ്, അതായത് 1 കപ്പ് ബട്ടർ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബട്ടർ നല്ല രീതിയിൽ തണുത്തു. ബട്ടർ ആക്ച്വലി ഇപ്പം മണത്ത് കഴിഞ്ഞാൽ തനി ഒരു നെയ്യിൻ്റെ മണമാണ്, ഗീ സ്മെല്ലാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ശർക്കര പൊടിച്ചത്. ഇപ്പം ആക്ച്വലി ഇതിന് നമ്മുടെ ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ, ബ്രൗൺ ഷുഗറാണ് ആക്ച്വലി ഇതിനെ യൂസ് ചെയ്യേണ്ടത്. ആ ബ്രൗൺ ഷുഗർ ഇതിനൊരു കളറും അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റും കൊടുക്കും. പക്ഷേ എനിക്ക് ഇവിടെ ബ്രൗൺ ഷുഗർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ശർക്കര പൊടിപ്പിച്ചതെടുത്തു, 1 കപ്പ് പഞ്ചസാരയും. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർനേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് നിങ്ങൾക്ക് ശർക്കര ഇടാം, അല്ലെങ്കിൽ 1/4 കപ്പ് നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ 1/4 കപ്പ് നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര ഉണ്ടെങ്കിൽ അതും ഇടാം. അതൊക്കെ ഓരോരുത്തരുടെ ഹെൽത്തിൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആണോ അത് അതേപോലെ യൂസ് ചെയ്യാം. ഒരു സ്പൂൺ വാനില, പിന്നെ ഒരു ഫുൾ എഗ് യെല്ലോ ആൻഡ് എഗ് വൈറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു എഗ്ഗിൻ്റെ യെല്ലോ മാത്രം. 2 സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്യാം. വെള്ളം എടുത്ത് വയ്ക്കാം. സോ നെക്സ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിന് 2.5 കപ്പ് മൈദ, 1 കപ്പ് 2.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ, ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ചായിട്ട് ഇട്ടിട്ട്. ആക്ച്വലി ഞാനെടുത്ത ബൗള് ഭയങ്കര അബദ്ധമായിപ്പോയി, കുറച്ചുകൂടെ വലിയ ബൗൾ നിങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മുടെ കുക്കീസിൻ്റെ ഡോ റെഡിയായി. ഈ ഡോ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ അതൊരു ബോളാക്കാൻ പറ്റണം. കണ്ടില്ലേ, കണ്ടോ? ഇങ്ങനെ ഇരിക്കണം കുക്കീസിൻ്റെ ഡോ. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റായ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗൺ ബട്ടർ ചോക്ലേറ്റ് ചിപ്സ് കുക്കീസിൻ്റെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാവ് റെഡിയായി. ഇനി നമുക്കിതൊരു 1 അവർ, മിനിമം ഒരു 1 അവർ, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ½ an hour നമുക്കിത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കാം. അല്ല നിങ്ങളിപ്പം നാളെ ചെയ്യാനോ മറ്റന്നാൾ ചെയ്യാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിനകത്ത് വയ്ക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു ½ an hour അല്ലെങ്കിൽ ഒരു 1 hour വെച്ചിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. അതിനാണ് നമ്മളിതിനെ ഫ്രീസറിനകത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഞാനിതൊരു 1 അവർ കൊണ്ട് വെക്കട്ടെ ഫ്രീസറിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോ ഒരു 1 hour ഇരുന്നു ഫ്രിഡ്ജിനകത്ത്. പകുതി നേരം കറണ്ട് പോയി, എന്നിരുന്നാലും
കുറച്ചത് ആ ഒരു കൺസിസ്റ്റൻസിൽ ഇതൊരു ഹാഫ് ആൻ അവർ എങ്കിലും ഫ്രിഡ്ജിനകത്ത് ഇരുന്നിട്ടുണ്ടാവും, ഫ്രീസറിനകത്താണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് നമ്മളൊരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഒരു ബേക്കിംഗ് ട്രെയിലോട്ടേക്ക് നമ്മളിത് ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം പാനിലോട്ടേക്ക്. സോ ഇനി നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവയ്ക്കാം 180 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 minutes.